ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കാം. അതിനായി ഞാൻ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 4 ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതാവണ്ട, ഈ ഒരു സൈസിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഒരുപാട് ചെറുതായി കഴിയുമ്പോഴത്തേനും അത് വെള്ളം നമ്മൾ നനയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അലുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്യാം. 4 കഷ്ണവും മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നനയ്ക്കാം. ചെറുതായിട്ടൊന്ന് നനച്ചാൽ മതി, ഒരുപാട് വെള്ളം വേണ്ട. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ അതങ്ങ് ബ്രെഡ് ഒത്തിരി അങ്ങ് അലുത്തു പോകും. ചെറിയൊരു നനവ് കൊടുത്താൽ മതി, ഒരുപാടങ്ങ് പൊടിഞ്ഞും പോകണ്ട. ഈ ഒരു സൈസിൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവോള നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായത് നമുക്ക് ചേർക്കാം. ഓരോരുത്തർക്ക് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സാധനം കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, രണ്ട് മുട്ട. ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഇളക്കി വല്ലാണ്ടങ്ങ് പൊടിഞ്ഞു പോകണ്ട. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി തന്നെ ബ്രെഡൊക്കെ ആവണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്നൊന്ന് രാവിലെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കണമെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം. ഒരു പാൻ വെച്ചു, അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഓരോ തവിയിൽ കോരി നമുക്ക് ഓരോ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല, കാരണം പച്ചക്കറിക്ക് അധികം വേവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. പിന്നെ മുട്ട എന്ന് പറഞ്ഞാലും പെട്ടെന്നാകും. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആയിട്ടുണ്ട്, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിഷുകൾ തയ്യാറാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.